നിന്റെ പരാജയം കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മുൻപിൽ ഒരു വലിയ ജയം നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കും. വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് 2026 ജനുവരി 31 ജീവിതത്തിൽ വിവിധ നിലകളിൽ പരാജയത്തിലേക്ക് പോയ അനേകരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടവർ, വിവിധ കായിക കലാമേളകളിൽ പരാജയപ്പെട്ടവർ, ജോലിയിൽ പരാജയപ്പെട്ടവർ, പരാജയം സഹിക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ആത്മഹത്യയിലൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞവർ അനേകർ. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ പരാജയം കാണുവാനായിട്ട് നീ ഒരിക്കലും ജയിക്കത്തില്ലെന്ന് വിധിയെഴുത്തുകളുടെ നടുവിൽ ദൈവം നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമെന്ന് ദൈവവചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നു. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വീണ്ടും ദൈവവചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞ് ഒരു പരാജയമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ തോന്നിയേക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ യേശു ജയിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരു മണ്ഡലങ്ങളിലും നിങ്ങളുടെ കുഞ്ഞ് പരാജയപ്പെടുവാൻ, നിങ്ങളുടെ ഭർത്താവ് പരാജയപ്പെടുവാൻ, നിങ്ങളുടെ ഭാര്യ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഈ ദിവസങ്ങളിൽ വലിയ ഒരു നിന്ദയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നോർത്ത് പലപ്പോഴും ഭവനത്തിൽ നിന്നുപോലും പുറത്തിറങ്ങുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിൻ്റെ മേലിട്ടുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീർ വെറുതെയല്ല, നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന വെറുതെയല്ല. 2026 പ്രാരംഭമാസം നമ്മോട് വിട പറയുമ്പോൾ ഒരുപക്ഷെ ഈ മാസം പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. നമ്മുടെ കർത്താവ് നമ്മെ മറന്നിട്ടില്ല. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു, നാശകരമായ വലിയ കുഴിയിൽ നിന്നും അഗാധ ഗർത്തത്തിൽ നിന്നെല്ലാം കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, എന്നും അടയപ്പെട്ടതുപോലെ അല്ല നിങ്ങൾ പുറത്തു വരും.
നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിന്റെ പരാജയം കാണാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ തന്നെ ദൈവം ഒരു വലിയ ജയം നൽകി നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ.